ഹലോ. അപ്പോഴേ ഇന്ന് നമ്മുടെ കടയിൽ എങ്ങനെയാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ പല പല രീതിയിലായിട്ടാണ് മുട്ട റോസ്റ്റ് നമ്മൾ കടയിൽ ഉണ്ടാക്കണം. ഒരേ രീതിയിൽ തന്നെ കൊടുക്കാറില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഞാനിപ്പോൾ കുറഞ്ഞ രീതിയിലാണ് ഈ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കണത്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ടൂറ് പോയായിരുന്നു കേട്ടോ. അപ്പോൾ പോയപ്പോൾ എല്ലാവരും പറഞ്ഞ് സബീനയുടെ കടയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറയും. അങ്ങനെ ഞാൻ ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഉരുളിയിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ സവാള ഒരു 2 കിലോത്തോളം ഉണ്ട് സവാള കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരെണ്ണം അരിയാണ്ട് കിടപ്പുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുക്കണേക്ക് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ, എപ്പോഴും ചെയ്യണ പോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ടി കിട്ടുമെന്ന് പറയണേക്കാം. അങ്ങനെ അതുകൊണ്ടിട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. അപ്പം ഞങ്ങൾ വെളുപ്പിനാണ് പോയത്. അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് വൈകുന്നേരം, അതായത് ഒരു 6-7 മണിയായപ്പോഴേക്കും ഈ ഒരു ഗ്രേവി ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പോൾ സവാള ഈ ഒരു പരുവത്തിൽ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ, ഒട്ടും പച്ച അടിക്കാൻ പാടില്ല സവാള. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒട്ടും ചീത്താകുകയില്ല കേട്ടോ ഇങ്ങനെ സവാള വഴറ്റിയെടുക്കണമെങ്കിൽ. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 2 തക്കാളിയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ച മണം മാറണ വരെ വേണം കേട്ടോ ഇത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പോയ ഗ്യാങ്ങിലെല്ലാവരും എരിവ് കൂട്ടാത്ത ആൾക്കാരുണ്ട്. ഞാനും അനീഷും മാത്രമേ എരിവ് കൂട്ടണുള്ളൂ, ബാക്കി എല്ലാവരും എരിവ് കൂട്ടാത്തത് കൊണ്ടിട്ട് ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് എരിവെങ്കിലും വേണ്ടേന്ന് വിചാരിച്ചു 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എരിവൊക്കെ താല്പര്യമുള്ള ആൾക്കാർ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കട്ടെ ഇതിലേക്ക്. പിന്നെ ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തേക്കണത്. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മിക്ക ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് മല്ലിപ്പൊടി ചേർക്കില്ലെന്ന്. ഞാൻ മുട്ടക്കറിക്ക് മാത്രമേ മല്ലിപ്പൊടി ചേർക്കാറുള്ളൂ, മുട്ട റോസ്റ്റിന് മല്ലിപ്പൊടി ചേർക്കില്ല. അതേപോലെ തന്നെ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയ സമയത്തും അങ്ങനെ തന്നെയാണ്. ബീഫ് റോസ്റ്റിനും ചിക്കൻ റോസ്റ്റിനും ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല. ചിക്കൻ കറിക്കും ബീഫ് കറിക്കും മാത്രമേ മല്ലിപ്പൊടി ചേർക്കാറുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ആ പച്ചമണം മാറണവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഞാനിതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ഈ ഒരു മസാലയിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മളിതിൽ കൂടുതലായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല, കുറഞ്ഞ രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ മുട്ട റോസ്റ്റിൻ്റെ ആ ഒരു പരുവത്തിൽ കിട്ടുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ തിളച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പച്ച വെള്ളത്തിൻ്റെ ചൊവ ഇതിലേക്ക് വരും. അതുകൊണ്ടിട്ടാണ്, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മുട്ട റോസ്റ്റിന്. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇത്രയും തിക്നെസ്സിലാണ് ഈ ഒരു ഗ്രേവി എടുക്കണത് കേട്ടോ. അല്ലെങ്കിൽ കൂടുതൽ ചാറൊക്കെ കഴിയുമ്പോൾ മുട്ടക്കറി പോലെ ആയിപ്പോവും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കണില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം വെളുപ്പിനൊക്കെ കൊണ്ടുപോകാനായിട്ട് വേണ്ടിയിട്ടാണല്ലോ. അപ്പം മുട്ട വെളുപ്പിന് തന്നെ പുഴുങ്ങുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ കടയിലോ അങ്ങനെ തന്നെയാണ്, മുട്ട പുഴുങ്ങി സെപ്പറേറ്റ് വെക്കും, ഗ്രേവി വേറെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് നമ്മൾക്ക് ആവശ്യം ഉള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ മുട്ട പുഴുങ്ങിയത് വെച്ചിട്ട് ഗ്രേവി ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഒരു മുട്ട ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതേപോലെ 1-2 പേർ എന്നോട് ചോദിച്ചായിരുന്നു കടയിൽ പൊറോട്ടയ്ക്ക് കൊടുക്കുന്ന ഉള്ളിക്കറിയുടെ റെസിപ്പി ചെയ്യുമോ ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉള്ളിക്കറി ഉണ്ടാക്കണത് കേട്ടോ. പൊറോട്ടയ്ക്ക് ആരെങ്കിലും ഗ്രേവി ചോദിച്ചാലും ഇതേപോലെ തന്നെയാണ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. കുറേ വീഡിയോസൊക്കെ ഞാൻ മുട്ടക്കറിയുടെ ഇട്ടിട്ടുണ്ട് കടയിൽ ഉണ്ടാക്കണത്. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.